സർക്കാരിന്റെ ഇന്ദിര ഗ്യാരണ്ടി പദ്ധതിയുടെ ഭാഗമായി ആദ്യ മന്ത്രിസഭാ യോഗത്തിലെടുത്ത തീരുമാനം അനുസരിച്ച് ജൂൺ 15-ാം തീയതി മുതൽ പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും സംസ്ഥാന സർക്കാരിന്റെ ഇന്ദിരാ ഗ്യാരണ്ടികളിൽ ഏറ്റവും വലിയ ഒരു പ്രഖ്യാപനമാണ് ഇന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം വാർത്താ സമ്മേളനത്തിലൂടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് 19-ാം തീയതി നടക്കുന്ന ബജറ്റിൽ വലിയ പ്രഖ്യാപനങ്ങൾ വരാനിരിക്കുകയുമാണ്. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ആദ്യത്തെ അറിയിപ്പ്, 15-ാം തീയതി മുതൽ പ്രായഭേദമന്യേ കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യമായി യാത്ര ചെയ്യാം. പ്രിയദർശിനി എന്ന പേരിലാണ് പദ്ധതി അറിയപ്പെടുക. ആദ്യത്തെ 100 ദിവസം ഓർഡിനറി ബസ്സുകളിൽ നടപ്പിലാക്കിയ ശേഷം മറ്റ് ബസ്സുകളിലേക്ക് ഇത് വ്യാപിപ്പിക്കുന്ന കാര്യം ആലോചിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഓർഡിനറി ബസ്സുകൾ കുറവുള്ള മലബാർ ഏരിയയിൽ പുതിയ റൂട്ടുകൾ അനുവദിച്ച് നടപ്പിലാക്കാനാണ് ലക്ഷ്യമിടുന്നത്. കേരളത്തിൽ ഓർഡിനറി ബസ്സുകളിൽ പ്രായഭേദമന്യേ കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും 15-ാം തീയതി മുതൽ സൗജന്യമായി ഇനി യാത്ര ചെയ്യാൻ കഴിയും. ഇതിന് പുറമെയാണ് വലിയ പദ്ധതികൾ കൂടി കേരളത്തിലെ സ്ത്രീകളെ തേടി എത്താൻ വേണ്ടി പോകുന്നത്. കേരളത്തിൽ ഡിഗ്രി തലങ്ങളിൽ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥിനികൾക്കും എല്ലാ മാസവും 1000 രൂപ പദ്ധതി 19-ാം തീയതി ബജറ്റിൽ പ്രഖ്യാപിക്കും. തൊട്ടടുത്ത മാസം മുതൽ തന്നെ ഇതിന്റെ വിതരണ നടപടികളിലേക്കും അപേക്ഷാ സമർപ്പണത്തിലേക്കും കടക്കുന്നതാണ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ വീണ്ടും വിതരണം ചെയ്യും എന്നുള്ള വിവരമാണ് ഉള്ളത്. ഇതിനുവേണ്ടി ഇപ്പോൾ അപേക്ഷാ നടപടികൾ വീണ്ടും സജീവമായിട്ടുണ്ട്. മുമ്പ് ഇതുവരെ അപേക്ഷ നൽകാത്ത BPL റേഷൻ കാർഡിലെ 35 മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾ ഇനിയും അപേക്ഷിക്കാതെ ഇരിക്കുന്നുണ്ട് എങ്കിൽ അപേക്ഷ നൽകുക. പദ്ധതി വീണ്ടും ആരംഭിക്കും എന്നുള്ളതാണ് വിവരം. നിലവിൽ കുടിശ്ശികയായിരിക്കുന്നത് LDF സർക്കാരിന്റെ ഏപ്രിൽ മാസത്തെയും മെയ് മാസത്തെയുമാണ്. അത് പുതിയ സർക്കാർ കുടിശ്ശിക നൽകി തുടങ്ങുകയാണോ അതോ അടുത്ത മാസം മുതൽ, അതായത് ജൂലൈ മാസം മുതൽ പുതുതായിട്ട് ഇത് വീണ്ടും ആരംഭിക്കുകയാണോ എന്നുള്ളത് വ്യക്തമല്ല. എന്തായാലും പദ്ധതി നിർത്തില്ല. വീണ്ടും സ്ത്രീ സുരക്ഷാ പെൻഷൻ 1000 രൂപ വിതരണം ഉണ്ടാകും എന്നാണ് വിവരം. ഇതുകൂടാതെ കേരളത്തിലെ മുഴുവൻ യുവതി യുവാക്കൾക്കും 5 ലക്ഷം രൂപയുടെ പലിശ രഹിത ലോൺ ലഭിക്കുന്നതാണ്. മറ്റൊന്ന് വമ്പൻ പദ്ധതിയാണ് ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. കേരളത്തിലെ മുഴുവൻ കുടുംബങ്ങൾക്കും ഓരോ വർഷവും 25 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയും 19-ാം തീയതി ബജറ്റിൽ പ്രഖ്യാപിക്കും. ധനമന്ത്രിയും മുഖ്യമന്ത്രിയുമായ വി.ഡി. സതീശൻ തന്നെയാണ് ഇപ്രാവശ്യം ബജറ്റ് അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. ക്ഷേമ പെൻഷൻ ഈ മാസം വിതരണം ചെയ്യുന്നത് 24-നോ 25-നോ ആയിരിക്കും. അതിനു മുമ്പ് ബജറ്റ് ഉണ്ട്. ആ ബജറ്റിൽ വർധനവുണ്ടാകുമോ എന്ന് ആകാംക്ഷയോട് കൂടി കാത്തിരിക്കുകയാണ്. 100-ഓ 200-ഓ രൂപ വർദ്ധിപ്പിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. നയപ്രഖ്യാപനത്തിൽ പെൻഷൻ 3000 രൂപയാക്കും എന്ന് ഗവർണർ വായിച്ചിരുന്നു. അതിന് ഏത് 5 കൊല്ലം കൊണ്ട് 3000 ആക്കുന്നതാണോ അതോ ഒറ്റയടിക്ക് 3000 ആക്കുന്നതാണോ എന്ന് ഇപ്പോൾ വ്യക്തമല്ല. എന്തായാലും അത് ബജറ്റ് വരെ കാത്തിരിക്കാം. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകൾ. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാൻ. ബൈ.